ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കിച്ചൺ വ്ളോഗൊക്കെ നമുക്ക് മിസ്സിങ് ആണല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വ്ളോഗൊന്നുമല്ല, നമുക്ക് ഇന്നൊരു പൂതി ബിരിയാണി തിന്നണമെന്ന്. ചോറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബിരിയാണി വാങ്ങലും നമ്മൾ ചോറ് വെക്കലൊക്കെ കണക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇറച്ചി ബിരിയാണിയൊക്കെ വാങ്ങി വെച്ചാൽ ഈ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു പണിയാണ്. ഇനി വേറെ ഒന്നുമില്ല, അത് പറയാനും കൂടി കാരണമുണ്ട്. ഇവർക്ക് വെക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലാത്ത ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ അത്ഭുത ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ഈ നാട്ടിലൊരു വിധം മിക്കവാറുള്ള ആളുകളൊക്കെ അവിടെ നിന്നാണ് സാധനം വാങ്ങൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻ ഒരു 20 ആളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പാത്രം എന്തെങ്കിലും വാങ്ങിപ്പോയിട്ട് വാങ്ങലാണ്. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ചോറ് ഇവിടെ ഉണ്ട്, അതുമാതിരി കറി ഇവിടെ ഉണ്ട്, ഒക്കെ പുതിയ കറികളെല്ലാം സെറ്റ് ചെയ്ത് പപ്പടമൊക്കെ പൊരിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ചോറ് നമുക്ക് രാത്രി കഴിക്കാമെന്ന്, നമുക്ക് എന്താക്കാം ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓല് എന്താണ് കിട്ടിയാൽ വെച്ചാൽ ലോട്ടറി എന്ന് പറഞ്ഞ മാതിരി പോലെ അതിനൊക്കെ ഓക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ എന്താക്കി ഞാൻ ബിരിയാണിയൊക്കെ പോയി വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നൊരു കൊച്ച് എന്താണ് ബിരിയാണി തീറ്റ മത്സരമാണ്. അപ്പോൾ ഞാൻ ഇതിൽ 3 ബിരിയാണി വാങ്ങിയിട്ടുള്ളത്. അത് വേണ്ട, ഇത് ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി സിനൂനുള്ളതും എനിക്ക് ബീഫാണ്. അതേമാതിരി ഉമ്മാക്കും ബീഫാണ്. ഉമ്മാക്ക് ബീഫ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ അല്ല, ഈ ഒരു ഇങ്ങനത്തെ ഒരു പാത്രം ശരിക്ക് 2 എണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാവും. ഒന്ന് ഉപ്പക്കും ഒന്ന് ചക്കരക്കും. പിന്നെ ഉപ്പക്കും ചക്കരക്കും ഉണ്ടാവലുണ്ട്. പക്ഷെ അപ്പം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് 3 പാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചക്കര ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ജാസിൻ്റെ അവിടെ ഇരുന്ന് ബിരിയാണിയും ഇതൊക്കെ തിന്നണുണ്ടാവും. നമ്മളെന്താക്കി ഇവിടുന്ന് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞത്, നല്ല മാങ്ങച്ചാറുണ്ട്, പിന്നെ സുർക്കയിലിട്ട ഉള്ളിയുണ്ട്. ഇത് ദമ്മ് ബിരിയാണി ആയിട്ടോ കേട്ടോ ഇവർ വെക്കുന്നത്. അതായത് വലിയ ചെമ്പിൽ എത്രയോ പേർക്ക് ബിരിയാണി വെക്കുമ്പോൾ ആ ബിരിയാണി നന്നാവും. കാരണം അതിന് ദമ്മൊക്കെ ഇട്ട് അത് വേറൊരു രസമാണ്. നമ്മൾ കുക്കറിൽ വെക്കുന്നതും പാത്രത്തിൽ വെക്കുന്നതൊക്കെ ഒരു കോംപ്രമൈസ്ഡ് ബിരിയാണി ഉണ്ടാവില്ലേ. അതായത് അതിൽ ആ ചേരുവകളൊക്കെ ചിലപ്പോൾ നേരെ മിക്സ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആളുകൾക്ക് വെക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് നല്ല ബിരിയാണി ചെറിയ പൈസക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിക്ക് 90ഉം ബീഫ് ബിരിയാണിക്ക് 100ഉം ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 300 റുപ്യ എന്തോ അയക്കണം അവിടെ. പിന്നെ പാർസലിന് വേറെ പൈസയുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ വേറെ രസം റെഡി. അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ വയറ് നിറയെ കഴിക്കുക. അപ്പോൾ ഒരു വട്ടം കഴിഞ്ഞാലും 2ാം വരി ഒരു തരും. അതിന് വേറെ അഡീഷണൽ പൈസ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ബിരിയാണി ഒരു ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യപ്പോൾ എത്ര തിന്നുക അത്ര തന്നെയല്ലേ തിന്നുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ മാങ്ങച്ചാർ എടുത്താൽ മതി. ഇവിടുത്തെ മാങ്ങച്ചാർ നമ്മൾ എന്നാൽ താത്ത കൊടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കൊട്ടിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ ചിക്കൻ ബിരിയാണി ഏതിലെ കൊട്ടണ്ടേ? എന്നാൽ കൊട്ട്, ഈ കൊട്ട് 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 ഇല്ല, കൊട്ട് മെല്ലെ കൊട്ട്. അങ്ങനെ കറക്റ്റ് കളയണ്ട, കളഞ്ഞ പിന്നെ വേറെ ചോറില്ല. നല്ല മസാലയും 2 ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉമ്മ എത്ര നേരം അടുക്കളയിൽ ഉണ്ടാകുന്നു. ഉമ്മനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഉമ്മനെ ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയാണ്. കാരണം നമുക്കിതിപ്പോൾ അതിലേക്ക് കൊട്ടല്ലേ വേണ്ടുള്ളൂ, ബിരിയാണി ഉണ്ടാക്കൊന്നും വേണ്ടല്ലോ. ഓക്കെ, അതും കൂടി കൊട്ട്. നമ്മുടെ അല ബേബി ഉറങ്ങുകയാണ്. എൻ്റെ കുട്ടിക്ക് രാത്രി തീക്കാനുള്ളതാണ്, അതുകൊണ്ട് കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ ബിരിയാണി കൊട്ടാൻ വേണ്ടി പോവുകയാണ്. ഇത് പിടിച്ചോ, ഞാൻ കൊട്ടത് പിടിച്ചായി, എനിക്ക് കൊട്ടാറില്ല, ഇതും പിടിച്ചായി കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഗൈസ് എങ്ങനെയാണ് ബിരിയാണി കൊട്ടുക കാണിച്ചത്. ഇങ്ങനെയുള്ള ബിരിയാണി വെച്ചാൽ ഇങ്ങനെ ആക്കുക, എന്നിട്ട് കളയാതെ ഒക്കെ തിന്നുവോ? ഒരു പ്ലേറ്റും കൂടി വെക്കും ഞാൻ. ഇത്രേ ഉള്ളൂ പണി. ഒക്കെ പകുതി കൊട്ടിക്കൂടി ഒക്കെ കൊട്ട, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്നും എടുത്ത് കഴിച്ചാൽ മതി. ഒക്കെ ഒരു പാത്രത്തിൽ കേടാക്കിയപ്പോൾ രണ്ടും കൂടി ഒരു തീക്കാക്കിയാൽ മതിയേനു. ഇട്ടിത്തങ്ങൾ ചെയ്തു. ഇങ്ങനെയാണ് ബിരിയാണി കൂട്ടുക. ഇത് എല്ലാം ഫുള്ള് വയറ് നിറച്ചാണ് തിന്നോളൂ. നിങ്ങൾക്ക് രാത്രി ഭക്ഷണമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബിരിയാണി വരുന്നത്. നല്ല പീസും ദമ്മ് ബിരിയാണിയാണ്. നല്ല കടുമാങ്ങ അച്ചാറും സുർക്കയിലിട്ട ഉള്ളി പപ്പടവും എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ചിക്കൻ ബിരിയാണി, ഞാൻ ബീഫ് ബിരിയാണി, ഉമ്മ ബീഫ് ബിരിയാണി. അപ്പോൾ ഉമ്മ ബാക്കിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കത് ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാണാം. ബൈ. അത് ടേസ്റ്റ് എങ്ങനെ നോക്ക്. ബീഫ് ബിരിയാണി ഞാൻ പകുതി തിന്നിട്ടുണ്ട്, എനിക്ക് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ചിക്കൻ്റെ തിന്നുള്ള അഭിപ്രായം പറയും. ഞാനുണ്ട്
ഞാൻ പിന്നെ മുമ്പൊക്കെ ഞാൻ പറഞ്ഞത് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ കാണിക്കില്ല, പക്ഷെ ബിരിയാണി ഒന്നും തിന്നാത്തൊരു മനുഷ്യന്മാരും ഉണ്ടാവില്ല. ഞാൻ ഹെവി ഫുഡ്, അതായത് മന്തി, അൽഫാം, ഷവായ അങ്ങനത്തെ ഹെവി ഫുഡ് കഴിക്കുന്ന ഇന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇല്ലേ ഓക്കെ. അപ്പം തന്നെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോള് നീച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 2-3 കയ്യും 2 കൈയും തൊള്ളയിലിട്ടിട്ട് ഇതാക്കണ്ടേ. കൈ എടുക്കടി അവിടുന്ന്, കൈ എടുക്കടി. ഓക്കെ. അപ്പോൾ ഇനി വേറൊരു സംഭവം നല്ല വിറ്റുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഉമ്മ ജെല്ല് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ജെല്ലാണെന്ന് അറിയാം മോളുടെ ഡയപ്പറത്തിൻ്റെ ജെല്ല്. അതിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞാണ് എനിക്ക്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സംഭവം ചെറിയൊരു പൈതലിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന നല്ല ഇടിവാള് അമ്മേ അത് അയച്ചിട്ടാ ടിവിയുടെ വയറൊക്കെ അയച്ചിട്ടാ നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇടി വെട്ടുമ്പോൾ കുട്ടീനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല ഉള്ളിൽ കൊണ്ടോട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ സീനു എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം അല്ലേ. കുട്ടികളായിട്ട് എന്താ മാറ്റം എന്ന് ചോദിക്കണില്ല. ഇതാണ്, അതായത് കുട്ടികളെ പമ്പേഴ്സ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. പമ്പേഴ്സിൻ്റെ ജെല്ല് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തിടുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ബക്കറ്റിലേക്കൊന്നും വീഡിയോ കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ എന്താണ് ചെയ്യണമെന്നുള്ള എല്ലാവരും ഇതൊക്കെ തന്നെ അത്ര ചെയ്യും. അതിനുള്ള ജെല്ലൊക്കെ എടുത്തിട്ട് ഞാൻ അത്രയും സൂം ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും വേണ്ടാച്ചിട്ടാണ് ഞാനത് ബക്കറ്റിലേക്കൊന്നും കാണിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നേരെ കവറിലാക്കി ചിലപ്പോൾ ഇനി പഞ്ചായത്തിൽ കൊണ്ടുപോകില്ലേ, മറ്റേ ഇങ്ങനെ കൊടുക്കണം, കഴുകി ഉണക്കി എടുത്ത് വെക്കണം എന്ന് അറിയണം. അപ്പോൾ എന്തായാലും നമ്മൾ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇനി ഉപ്പിലിട്ട ഈ ജെല്ലൊക്കെ എന്താ ചെയ്യുക, ഈ ജെല്ല് അലിയും. തെങ്ങിന് നല്ല വളമാണ്. ഈ തെങ്ങിന് ഇട്ടെടുത്താൽ മതി. എനിക്ക് ചോറുന്നുമ്പോൾ അതിലിടരുത് കേട്ടോ. ഓക്കെ. നല്ല വളമാണെന്ന് പറഞ്ഞിട്ട് നിന്ന് തരും. നമുക്കിത് അറിയില്ലല്ലോ. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വള വെച്ചിട്ട് തിന്നാൻ തന്നാലേ. അപ്പോൾ ഞാൻ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പണ്ട് നിങ്ങളെ കുട്ടികളിലെ ഇതെന്താണ് ചെയ്തിരുന്നത്? ഉമ്മ പറയുന്നത് പണ്ട് തുണിക്കണ്ടം തോട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകൂലേ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് തോടില്ലാത്തതുകൊണ്ട് ബക്കറ്റിൽ ജെല്ലെടുത്തിട്ട് അല്ല ഈ സംഭവം കുഴിച്ചിടാൻ പറ്റൂല. പരിസ്ഥിതി മലിനീകരണമാണ് നടന്ന ഈ നമുക്ക് ഈ ഉമ്മർപ്പടിയിലുള്ളത് കുറച്ച് പിന്നാമ്പുറത്ത് എവിടെയൊക്കെ പോയിട്ട് ഇന്ന് ചെയ്തു. ആൾക്കാർ കയറി വരുമ്പോഴോ. ഓക്കെ. അപ്പം എന്തായാലും ജെല്ല് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പം നിറച്ച് മൊത്തം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പമ്പേഴ്സിൻ്റെ ബാക്കിയുള്ള അതായത് ജെല്ല് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ കവറിലാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്താക്കും, വൃത്തിയാക്കിയിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് 50 ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തുകാർ കൊണ്ടുപോകും. അപ്പം ഇനി ഓല് കൊണ്ടുപോകും. സംഭവം ഇതൊരു പണിയാണ്. ഏത് ഡയപ്പറത്തിൻ്റെ കാര്യത്തിലൊരു പണിയാണ്. നമ്മളത് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെറിയ കുഴിച്ചിടൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പരിസ്ഥിതി മലിനീകരണവും പിന്നെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അത് അരിയൂല. ഇത്ര തോനെ വരാൻ കാരണം എന്താ അറിയോ, നമ്മൾ കുറച്ച് ദിവസത്തെ ഉണ്ട് എന്നും ഞാൻ ആക്കണ ഏറ്റവും വലിയ തോന്നരും. ഓക്കെ. നമ്മൾ കല്ലുപ്പ് ഇടാൻ വേണ്ടി പോവുകയാണ്. ജെല്ലിലാട്ടോ ഇടുന്നത്. ജെല്ലിൽ മൊത്തം നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഓള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസാക്കിയിട്ട് എനിക്ക് തരൊന്നും വേണ്ട. എന്നിട്ട് നമ്മളിത് എന്താക്കും, വല്ല തെങ്ങിൻ്റെ തോട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണ്ട് ഒഴിക്കും. തെങ്ങിൻ്റെ തോട്ടിൽ ഒഴിക്കാൻ പറ്റുമോ? ഈ പുറത്ത് എവിടെയെങ്കിലും ഒഴിച്ചാൽ പിന്നെ ഇത് കട്ടാവില്ലല്ലോ, വെള്ളമാവും. അറിയൂലേ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.